ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ബോർഡ് തീരുമാനത്തിന് കൂട്ടുത്തരവാദിത്തമുണ്ടെന്നും താൻ മാത്രം എങ്ങനെ പ്രതിയാകും എന്നാണ് ഇപ്പോൾ ജാമ്യാപേക്ഷയിൽ പത്മകുമാർ ചോദിച്ചിരിക്കുന്നത്. എന്തായാലും മറ്റ് 2 ദേവസ്വം ബോർഡ് അംഗങ്ങൾ വിട്ടിലാകുന്ന ഡയലോഗാണ് അദ്ദേഹം കാച്ചിയത്. ഷബീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷബീദ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. പറയൂ ഷബീദ്, പത്മകുമാർ തീരുമാനിച്ചുറച്ചു. മാത്രമല്ല മറ്റ് 2 ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഇദ്ദേഹത്തിനെതിരെ മൊഴി കൊടുത്തു എന്നുള്ളൊരു ധാരണ അദ്ദേഹത്തിന് ഉണ്ടായതാണോ ഈ മനംമാറ്റത്തിന് കാരണം? അങ്ങനെ പലതരത്തിലുള്ള ടെസ്റ്റുകളും നമുക്ക് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. നമുക്കറിയാം, ആദ്യം ഈ മൊഴി രേഖപ്പെടുത്തിയത് പത്മകുമാറിനൊപ്പം വന്ന ദേവസ്വം ഭാരവാഹികളായിരുന്ന KP ശങ്കരദാസ്, അതേപോലെ N വിജയകുമാർ എന്നിവരുടെയായിരുന്നു. എന്നാൽ അവർ മൊഴി നൽകിയതെല്ലാം പത്മകുമാറിന്റെ തീരുമാനമെന്നുള്ളതും. പക്ഷേ അതിനുശേഷം ജാമ്യ ഹർജിയിലാണ് പത്മകുമാർ എങ്ങനെയാണ് അത് തന്റെ മാത്രം ചുമതലയാകുന്നത്, ഉത്തരവാദിത്തമാകുന്നത് എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നത്. ഏതായാലും ഇന്ന് അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. പക്ഷേ ജാമ്യം ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിച്ചേക്കും. അതേസമയം നാളെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു ദിവസമാണ്. കാരണം 2 ഇടക്കാല റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ അന്വേഷണ സംഘം കൊടുത്തിട്ടുണ്ട്. 6 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നുള്ളതായിരുന്നു ഹൈക്കോടതി ആദ്യം നൽകിയ സമയപരിധി. എന്നാൽ ആ സമയപരിധി പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളെ വീണ്ടും ഒരു ഇടക്കാല റിപ്പോർട്ട്, 3ാമത്തെ ഇടക്കാല റിപ്പോർട്ട് SIT നൽകും. എന്തൊക്കെ കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ SIT ഉൾപ്പെടുത്തും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായി മാറുക. അതിൽ തന്നെ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ വിവരം ഉൾപ്പെടെ ഇതുവരെ ഈ കേസിൽ ഉണ്ടായിട്ടുള്ള അന്വേഷണ പുരോഗതി ഹൈക്കോടതിയെ അറിയിക്കുമെന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. മാത്രമല്ല, ഈ വൈകാതെ തന്നെ ഭാഗിക കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കവും അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. കാരണം 60 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കും. അതടക്കം മുന്നിൽ കണ്ടുകൊണ്ട് ഭാഗിക കുറ്റപത്രം അതെന്നു കൊടുക്കും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതേസമയം ഈ സ്വർണ്ണപ്പാളി സാമ്പിളുകളുടെ പരിശോധനാ ഫലവും നാളത്തെ റിപ്പോർട്ടിൽ ഉണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം 1998-99 കാലത്ത് വിജയമല്യ പതിച്ച സ്വർണ്ണപ്പാളികൾ തന്നെയാണോ അവിടെ ഉള്ളത് എന്നുള്ളത് കണ്ടെത്താനായിരുന്നു ശാസ്ത്രീയ പരിശോധന. ആ പരിശോധനയുടെ ഫലം അത് VSSയിലാണ് പരിശോധന നടത്തിയത്. ആ പരിശോധനയുടെ ഫലവും നാളത്തെ റിപ്പോർട്ടിൽ ഉണ്ടാകും എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഏതായാലും അതടക്കം വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ നാളെ SIT ഹൈക്കോടതിയിൽ കൊടുക്കുന്ന ഇടക്കാല റിപ്പോർട്ടിൽ ഉണ്ടാകും. മാത്രമല്ല അതിനുശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യൽ, അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. താങ്ക് യു ഷബീദ് റാവുത്തർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.